Sharanya, good morning. Ashley, Shivapriya, Anna, Isan, good morning. Adya Sajid, Nasima, Nija, good morning. Anju, Divya Prasad, good morning. Raiha, Ashwini, good morning. Okay, Mindu, good morning. Okay, good morning to all. Good morning. Yes. Okay, Neha. Yes, Parvati, Pavisha, morning. Yes. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് എല്ലാവരും പറഞ്ഞില്ല, കുറച്ചു പേര് ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് ഉള്ളവർക്ക് ഇന്ന് പറയാൻ അവസരമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആരാണ് ഇനി ബാലൻസ് പറയാനുള്ള അന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കൃഷ്ണേന്ദു, ശ്രീജ, ശിവപ്രിയ, അശ്വിനി, നിമ്മി, ഷെമീന, ഭവിഷ, അന്ന, അലീന, അശ്വിനി മണികണ്ഠൻ, ഇത്രയും പേരാണ് പറഞ്ഞതെന്ന് എൻ്റെ ഒരു ഓർമ്മ. യെസ്. അപ്പോൾ ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോൾ അതിപ്പോൾ ഏത് ജോലി ആയി കഴിഞ്ഞാലും ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയേണ്ടതെന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് ഇതിനെ കണക്കാക്കുക. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. യെസ്. ഉള്ളില് സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ച് എല്ലാവരും അറിയിട്ടെ. ആരാ ഉള്ളത്? ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആർക്കെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും പറയാട്ടോ. ആരുമില്ല? യെസ്. ആരുമില്ല അല്ലെ? നിങ്ങൾ ആലോചിക്കും, സമയം തരാം. യെസ്. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ഉദ്ദേശിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് പറയും. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കാര്യങ്ങൾ വെച്ച് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് അവർ ഹാബിറ്റ്. നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. യെസ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള വാചകം. ഇനി നമുക്ക് വേണ്ടത് ഈ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നോക്കുന്നു. നെഗറ്റീവ് വാചകം. ഇപ്പൊ നെഗറ്റീവ് വാചകങ്ങൾ എന്ന് പറയുമ്പോഴും അതും ഒരു പതിവാണ്. പതിവായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളില്ലേ, അതാണ് സിമ്പിൾ പ്രസന്റ് നെഗറ്റീവ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഐ യൂസ് മൊബൈൽ ഫോൺ. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അത് പതിവാണ്. അത് പോസിറ്റീവ് സിമ്പിൾ പ്രസന്റ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് ഇതിന് പതിവായിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് വാചകമായിട്ട് അതും ഒരു പതിവാണ്. യെസ്. ഞാൻ സിനിമ കാണാറില്ല, അതൊരു പതിവാണ്. ഞാൻ അമ്പലത്തിൽ പോകാറില്ല, അതൊരു പതിവാണ്. യെസ്. ഇപ്പൊ നെഗറ്റീവ് വാചകങ്ങളിലും പതിവായിട്ട് ചെയ്യുന്ന കാര്യം വരും. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവായ വാചകത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ആ നെഗറ്റീവ് വാചകം റെഡിയാക്കാൻ വേണ്ടിയിട്ട്
ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, ഇതിൽ ഏതെങ്കിലും ചേർത്താൽ മതി. എക്സാമ്പിൾ പറയാം. ഐ ഗോ ടു ചർച്ച്, അത് പോസിറ്റീവാണ്, പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഐ ഡു നോട്ട് ഗോ ടു ചർച്ച്, ഞാൻ പള്ളിയിൽ പോകാറില്ല. ഐ ഡു നോട്ട് ഈറ്റ് റെഡ് മീറ്റ്, ഞാൻ റെഡ് മീറ്റ് കഴിക്കാറില്ല. ഐ ഡു നോട്ട് സ്മോക്ക്, ഞാൻ പുകവലിക്കാറില്ല. കാരണം പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളിൽ അതിന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡു നോട്ടും ഉണ്ട് ഡസ് നോട്ടും ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹീന്നോ ഷീന്നോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡു നോട്ട് പറയരുത്, ഡസ് നോട്ട് പറയരുത്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭവിഷ്യത്ത് മെർലിനെ കുറിച്ച് പറയാം. മെർലിൻ പുകവലിക്കാറില്ല എന്നാണെങ്കിൽ ഷീ ഡസ് നോട്ട് സ്മോക്ക്. ഡു നോട്ടിൽ അവിടെ ഡസ് നോട്ട്. യെസ്, പ്ലൂറൽ ബാക്കിയുള്ളതിന്റെ കൂടെയൊക്കെ ഡു നോട്ട് വരും. അപ്പൊ നമ്മളിവിടെ ഡു നോട്ട് വെച്ചിട്ടുള്ള വാചകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ, 5 കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം. യെസ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഡു നോട്ട് എന്ന് പറഞ്ഞാൽ മതി. യെസ്, ഞാൻ കുട്ടികളെ അടിക്കാറില്ല. ഐ ഡു നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ, അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. യെസ്, ഞാൻ മറ്റുള്ളവർക്ക് പണം കൊടുക്കാറില്ല. ഐ ഡു നോട്ട് ഗീവ് മണി ടു അതേഴ്സ്. കേട്ടോ? അപ്പൊ അങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്ന 5 കാര്യങ്ങൾ നോക്കി വെച്ച് എന്നിട്ട് നമുക്കത് ഡു നോട്ട് ചേർത്ത് പറയണം. യെസ്, ഡു നോട്ട് ചേർത്ത് പറയാം. 5 ഐറ്റംസ്. നോക്കി വെക്കുക. കൃഷ്ണേന്ദു ആണ് ഐശ്വര്യമായിട്ട് തുടങ്ങേണ്ട ആള്. അപ്പൊ ഒരു 5 ഐറ്റംസ് നോക്കി വെക്കുക. കൃഷ്ണേന്ദുവിന്റെ ഐശ്വര്യത്തിന് വേണം അങ്ങനെ മുന്നോട്ട് പോകാൻ. യെസ് സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോ. ഈ ഡു നോട്ടും ഡസ് നോട്ടും നമ്മൾ ചേർക്കുന്നതിൽ, ഒന്നുകൂടി പറഞ്ഞു. ഡു നോട്ടും ഡസ് നോട്ടും ചേർക്കാന്ന് സാർ പറഞ്ഞില്ലേ? അപ്പം അത് ഡിഫറൻസ് എന്താ? നമ്മളത് ഒരു എവിടെയാ ഡു നോട്ട് ചേർക്കേണ്ടത്, ഡസ് നോട്ട്? അപ്പൊ അതിനെ കുറിച്ച് ഓക്കെ, വെരി ഗുഡ് കൃഷ്ണേന്ദു, വെരി ഗുഡ് അപ്രീഷിയേറ്റിംഗ്. യെസ്, ഞാൻ നിങ്ങൾക്ക് അറിയാതെ വിചാരിച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ അറിയാൻ പറഞ്ഞത് ചോദിച്ചേക്കാം. ഡു നോട്ട് ചേർക്കാം, ഡസ് നോട്ട് ചേർക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇംഗ്ലീഷില് എല്ലാ സബ്ജക്റ്റിനെയും ഐ വി യു എന്ന് പറയില്ലേ? ഓക്കെ ഹന്ന, പേരാണെങ്കിൽ അത് അങ്ങനെ ഞാൻ വിശദമായിട്ട് അത് പറഞ്ഞുതരാം. അങ്ങനെ വരുന്നതിനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് സിംഗുലർ എന്ന് പറയും, അടുത്ത പ്ലൂറൽ എന്ന് പറയും. സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാവും. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം ഉള്ളെങ്കിൽ അവിടെയൊക്കെ ഡസ് നോട്ട് വരും. അവിടെയെല്ലാം ഡസ് നോട്ട് വരും. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഡു നോട്ട് വരും. ഇതാണ് അതിന്റെ നിയമം. ഒരു എക്സാമ്പിൾ പറയാം. ദേ, അവർ, ഒന്നിൽ കൂടുതലില്ലേ? അപ്പൊ അവിടെ എന്ത് വരും? അവിടെ ഡു നോട്ട് വരും. വി, ഞങ്ങൾ, ഒന്നിൽ കൂടുതലില്ലേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് വരും? ഡു നോട്ട് വരും. ബോയ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ആണ്. അപ്പൊ അവിടെ ഡു നോട്ട് വരും. ബോയ്സ് എന്നുള്ളതിന് പകരം അവിടെ ബോയ് എന്നാണെങ്കിൽ ഡു നോട്ട് വരില്ല, അപ്പൊ ഡസ് നോട്ട് വരുള്ളൂ. യെസ്, നേരത്തെ അന്നെ എഴുതി കാണിച്ചത് പോലെ ഒരെണ്ണം ഉള്ളൂ, അപ്പൊ അവിടെ ഡസ് നോട്ട് വരുള്ളൂ. അപ്പൊ ഒരെണ്ണം ഉള്ളെങ്കിൽ അവിടെ ഡസ് നോട്ടും, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പ്ലൂറലാണെങ്കിൽ ഡു നോട്ട്. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോഴും ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇപ്പോൾ സംശയം ചോദിക്കുന്നു. സംശയം ചോദിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. ഇത്രയും നേരം സാറ് പറഞ്ഞല്ലോ ഞാൻ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ഐ ഡു നോട്ട് പറഞ്ഞു. ഐ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്താ അവിടെ ഡസ് നോട്ട് വരാതിരുന്നത്? ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ആരും ചോദിച്ചില്ല. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവായിരിക്കും. യെസ്, അപ്പൊ അതുകൊണ്ട്
ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. അതൊക്കെ നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകേണ്ട. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഐയുടെ കൂടെ ഡു നോട്ടേ വരും. അതൊരു എക്സെപ്ഷൻ കേസ് ആയിട്ട് മനസ്സിൽ വിചാരിച്ചിരിക്കും. ഐയുടെ കൂടെ ഡു നോട്ടേ വരും, ഡസ് നോട്ട് വരില്ല. ഐ എന്ന് പറയുമ്പോൾ ഒരാളുള്ളെങ്കിലും ഡു നോട്ടേ വരും. അത് നിങ്ങൾ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ. ഇനി അടുത്തത് വേറൊരു സംശയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഡു നോട്ട് വരും, ഡസ് നോട്ട് വരും. ഈ നിങ്ങൾ എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാം, പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. ഇപ്പോ ഒരു കുട്ടിയെ എഴുതിപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത് ഒരാളെയാണ്, സിംഗുലറാണ്. 3 കുട്ടികളെ എഴുതിപ്പിച്ച് നിർത്തിയിട്ട് ടീച്ചർ പറയുന്നു നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 പേരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ എന്ന് പറയുന്ന വാക്ക്, യു എന്ന് പറയുന്ന വേർഡ്, അത് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാം, പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് എപ്പോഴും അത് പ്ലൂറലായിട്ട് വിചാരിച്ചാൽ മതി. സിംഗുലർ ആയിട്ട് വിചാരിക്കേണ്ടതില്ല, പ്ലൂറലായിട്ട് വിചാരിക്കാം. പഴയ ലാറ്റിൻ ഭാഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാളുള്ളെങ്കിൽ യു എന്നുള്ളതിന് THOU എന്ന് എഴുതുന്നത് ലാറ്റിൻ ഭാഷകളിലൊക്കെ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. യു എന്നുള്ളത് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കും, പ്ലൂറലായിട്ടും ഉപയോഗിക്കും. ഓൾവേസ് കൺസിഡർ ആസ് പ്ലൂറൽ. എപ്പോഴും എന്തായിട്ട് കണക്കാക്കുക? പ്ലൂറലായിട്ട് കണക്കാക്കുക. അതുകൊണ്ടും യുവിന്റെ കൂടെയും ഡു നോട്ടേ വരുള്ളൂ. അപ്പൊ ഡു നോട്ട് ഏത് കൂടെയൊക്കെ വരും? ഐയുടെ കൂടെ ഡു നോട്ട്, വിയുടെ കൂടെ ഡു നോട്ട്, ദേയുടെ കൂടെ ഡു നോട്ട്, വിയുടെ കൂടെ ഡു നോട്ട്, പിന്നെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ്, ബോയ്സ്, ഗേൾസ്, ഫ്ലൈസ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ ഡു നോട്ട്. ഇനി ഡസ് നോട്ട് ഏതിന്റെ കൂടെയൊക്കെ വരും? സിയുടെ കൂടെ ഡസ് നോട്ട്, ഷിയുടെ കൂടെ ഡസ് നോട്ട്, പിന്നെ ഒരെണ്ണമുള്ളെങ്കിൽ ബോയ്, ഗേൾ, പ്ലെയർ, അങ്ങനെ ഒരാളുള്ളെങ്കിൽ അപ്പോഴും ഡസ് നോട്ട്. ഇഷ്ടം അറിയോക്കെ? ഇതാണ് എന്റെ നിയമം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, കൃഷ്ണേന്ദു സമയം കിട്ടിക്കാണും, ആലോചിക്കാനുള്ള സമയം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കൃഷ്ണേന്ദുവിന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു 5 കാര്യങ്ങൾ പറയാം. അപ്പൊ ചിലപ്പോ 5 കാര്യങ്ങൾ ചിലപ്പോൾ കൃഷ്ണേന്ദുവിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ 3 സത്യം പറയാം. അത് കഴിഞ്ഞ ശേഷം 2 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേർത്തോ? 2 വേണമെന്നുണ്ടെങ്കിൽ സർക്കാരത്തേക്ക് എന്തെങ്കിലും കൈന്നിട്ട് ചേർത്തോ? യെസ്, ഒരു 5 തയ്ക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഓക്കെ കൃഷ്ണേന്ദു, യു സ്റ്റാർട്ട്. Okay, sir. I do not like spicy food. Yes, very good, very good. I do not like spicy food. മസാല ചേർത്തധികം ഭക്ഷണം കൃഷ്ണേന്ദുവിന് ഇഷ്ടമല്ല, ഇഷ്ടപ്പെടാറില്ല, ആവശ്യമില്ല. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തുടക്കം ഗംഭീരമാണ്. യെസ്. I does not shout my son. I do not പറയാം, do not പറയാം. I do not like to travel in flight. I do not travel by flight. Very good, very good, very good. എന്താണ് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത കൃഷ്ണേന്ദു? വിദേശത്ത് ജോലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഹൈറ്റ് പേടിയാണ്. അതെ, യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കണ്ടിന്യൂ കണ്ടിന്യൂ. അടുത്ത ഇനി ഐ ഡസ് നോട്ട് ചേർത്ത് പറയട്ടെ സാർ? അല്ല, ഐയുടെ കൂടെ ഡസ് നോട്ട് വരൂല. ഐയുടെ കൂടെ എപ്പോഴും ഡു നോട്ട്, ഐയുടെ കൂടെ ഡു നോട്ടേ വരും. വേറെ ഏത് സബ്ജക്റ്റ് ആയിരിക്കണം, സബ്ജക്റ്റ് ഐ എന്നുള്ളത് മാറ്റി വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് വരും. ഹി എന്നോ ഷീ എന്നോ പറയുമ്പോൾ ഡസ് നോട്ട് വരുള്ളൂ. യെസ്. ഐ ഡു നോട്ട് ലൈക്ക് ഡോഗ്സ്. യെസ്. ഇനി വേണമെങ്കിൽ കൃഷ്ണേന്ദുവിന്റെ അമ്മയെ കുറിച്ച് പറയാം. മൈ മദർ ഡസ് നോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. കറക്റ്റ് ആവും. എന്റെ അമ്മ അതിരാവിലെ എഴുന്നേൽക്കാറില്ല. മൈ മദർ എന്ന് പറയുമ്പോൾ ഒരു അമ്മയിലുള്ളൂ, സിംഗുലർ, അപ്പൊ ഡസ് നോട്ട് വരാം. ഐയുടെ കൂടെ ഡു നോട്ട് ആയിരിക്കും. യെസ്, കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ, 3ാമത്തെ കറക്റ്റ്. അടുത്തത് I do not shout my son. Yes, I do not shout at my son. Okay, correct. അത് മക്കളോട് കൂടി ഞങ്ങളൊന്ന് ചോദിക്കട്ടെ കേട്ടോ. Yes. Okay, continue.
ഇനി പറയൂ, ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഐറ്റംസ് ഉണ്ടാവില്ലേ? I do not like to run. ടു റൺ അല്ലേ? Yes. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഐ ഡു നോട്ട് ലൈക്ക് ടു റൺ. യെസ്, ഞാൻ ഓടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. യെസ്, ഓക്കെ. അത് കയ്യിൽ ചേർത്താണ് ലാസ്റ്റ് വന്നത് കേട്ടോ. കൃഷ്ണേന്ദു, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ കൃഷ്ണേന്ദു ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങൾ ഡു നോട്ട് വെച്ച് പറഞ്ഞാൽ, ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നേരെ അത് നെഗറ്റീവ് വാചകമായിട്ട് മാറുകയാണ്. യെസ്, നിങ്ങളോട് ഏതെങ്കിലും വീട്ടിൽ ചെന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഇപ്പൊ ചായ കുടിക്കാന്ന് പറയുമ്പോൾ ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന മനസ്സിലാക്കണം, അവൾ ചായ കുടിക്കാറില്ല, ചായ കുടിക്കാറില്ല. അപ്പൊ വേണമെങ്കിൽ അവർക്ക് കാപ്പി കൊടുക്കേണ്ടി വരും. യെസ്. അപ്പൊ ഡു നോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കണം, ഡു നോട്ട് ആവാം, ഡസ് നോട്ട് ആവാം, അത് പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു സംഗതി ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കണം. യെസ്, ഓക്കെ. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് സൈനു. സൈനു, ഓക്കെ, ഓക്കെ. ഇനി ഓരോരുത്തർ റെഡി ആവുന്നൊരു ഞാൻ തമ്പിട്ടോട്ടോ, ഞാൻ വിളിച്ചോളാം. ഞാനിപ്പോ സൈനു വിളിച്ചു കഴിഞ്ഞാൽ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ സൈനുവിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. സൈനു, കണ്ടിന്യൂ. I do not singing. ഐ ഡു നോട്ട്, ING എടുക്കണ്ട. ഐ ഡു നോട്ട് സിംഗ്, ഞാൻ പാടാറില്ല കേട്ടോ. ING വേണ്ട, സിംഗ് എന്ന് മാത്രം, സിംഗിങ് വേണ്ട. ഐ ഡു നോട്ട്. സിംഗിങ് നമുക്ക് വരും, നമ്മൾ വേറൊരു ടെൻസിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമുക്ക് പറയാം. ഇവിടെ പെർസെന്റേജ് മാത്രം. ഐ ഡു നോട്ട് സിംഗ്, ഐ ഡു നോട്ട് ഡ്രോ പിക്ചർ, ഞാൻ പടം വരയ്ക്കാറില്ല. ഓക്കെ, കണ്ടിന്യൂ സൈനു. I do not drink milk. I do not drink milk. Yes, okay. He does not Ah, smoking. walk. ING ഒഴിവാക്കിയിട്ട് വാക്ക് എന്ന് പറയും. ഹി ഡസ് നോട്ട് വാക്ക്, അത്ര വരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മോർണിംഗ് കൂടി ആക്കി, രാവിലെ അവൻ നടക്കാറില്ല. ഈ ഹി എന്നുള്ളതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സൈനുവിന് മൈ ഫാദർ ആക്കാം, മൈ ബ്രദർ ആക്കാം, മൈ സിസ്റ്റർ ആക്കാം, മൈ നൈബർ ആക്കാം, ഇഷ്ടം. അപ്പോഴൊക്കെ ഡസ് നോട്ട് വരും, കാരണം ഒരാളുള്ളൂ. ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ, കണ്ടിന്യൂ. I do not newspaper. Reading news. Read newspaper. I do not read newspaper. Yes, very good, very good, very good. Correct, correct. I do not going mosque. Going Mosque. mosque. അപ്പൊ ING എടുക്കളഞ്ഞു. I do not go to mosque. കേട്ടോ, I do not go to mosque. ING അങ്ങനെ വേണ്ട, ING ഇവിടെ ഒഴിവാക്കിയിട്ടു. യെസ്. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? No. അത് പറഞ്ഞു. I do not use makeup items. Yes, costume products. Okay, very good, very good. I do not use makeup articles. Very good, very good, very good. Yes. I do not dance. I do not dance. Very good. Yes, correct. ഒന്നുകൂടി പറയാമോ സൈനു? I do not walk. I do not walk. ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു I do not walk in the morning അല്ലെങ്കിൽ at night, അങ്ങനെയൊക്കെ നമുക്കൊരു ഭംഗി സെന്റൻസിന് പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ സൈനു, you have done it very well. Very good, very good, very good. Yes, yes, yes. ഇനി ആർക്കാണ് പറയാനായിട്ട്? നേഹ, are you ready? Yes, ready, sir. Yes, okay, okay. നേഹ പറഞ്ഞോളൂ. നേഹ, I do not eat like red meat. I do not eat red meat. Correct, very good. I do not wear a dirty cloth. I do not wear dirty clothes. Yes. I do not go to violence area. Yes. Oh, very good, very good. Was very good. Yes. I do not like a dirty places. Yes. My mother does not loud voice.
Yes, my mother does not love boys. Very good, very good. Yes. Thank you, sir. അമ്മ കേൾക്കേണ്ടത്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, സാധാരണഗതി രണ്ട് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ കേട്ട് കാണും. ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈഡിപ്പസ് കോംപ്ലക്സ് കേട്ടിട്ടുണ്ടോ? യെസ്, ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവല്ല, സൊഫോക്ലിസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ. അയാൾ എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ഈഡിപ്പസ് റെക്സ് എന്നുള്ളത്. ഈഡിപ്പസ് റെക്സില് പറയുന്ന ഈഡിപ്പസ് റെക്സ് അതൊരു ലാറ്റിൻ വേർഡാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഈഡിപ്പസ് എന്ന് പറയുന്ന രാജകുമാരനുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. സാധാരണഗതിയിൽ ഞാൻ പറയുമ്പോൾ സത്യമാണെങ്കിൽ നിങ്ങൾ സത്യമാണെന്ന് പറയാം. സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് അമ്മയോട് സ്നേഹക്കൂടുതലുണ്ടാവും. ആമ റൈറ്റ്? അല്ലെങ്കിൽ അമ്മമാർക്ക് ആൺകുട്ടികളോടും ഉണ്ടാവും. പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമൊക്കെയാണ്, സമ്മതിച്ചു. എന്നാൽ ഓക്കെ, ഇത് പറയുന്നത് കറക്റ്റ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഈഡിപ്പസ് കോംപ്ലക്സ്. ഇനി രണ്ടാമത് വേറെ ഒരെണ്ണമുണ്ട്, അതാണ് പൊസസീവ്നെസ്. ഓക്കെ, ആക്ച്വലി രണ്ടാമത് ഒരെണ്ണമുണ്ട്. അതിനെ പറയുന്ന പേരാണ് എലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് പെൺകുട്ടികൾക്ക് അച്ഛനോട് അല്ലെങ്കിൽ ബാപ്പയോടായിരിക്കും ഒരു പൊടിക്ക് സ്നേഹം കൂടുതൽ. എന്ത് കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ അവര് അച്ഛൻ വഴി ഓക്കെ ആക്കും. അമ്മനോട് പറയാൻ പോകും, അമ്മനോട് പറഞ്ഞാൽ നടക്കൂലെന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, നിജ പറയുന്നു 100% ഓക്കെ, 100 മാർക്കാണ്. യെസ്, അതാണ് നമ്മൾ പറയുന്നത് ഇലക്ട്ര കോംപ്ലക്സ് എന്ന്. രണ്ട് കോംപ്ലക്സുകളുണ്ട്. നിങ്ങള് തമിഴിലെ ഒരു പ്രശസ്തനായ നടൻ പ്രകാശ് രാജ് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഇലക്ട്ര എന്നൊക്കെ പേര് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അപ്പൊ ആ സിനിമയിൽ പറയുന്ന ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഇതാണ്. രണ്ട് കോംപ്ലക്സുകൾ ഓർത്തിരിക്കുക. ഇലക്ട്ര കോംപ്ലക്സ് ആണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഈഡിപ്പസ് കോംപ്ലക്സിന് ഈഡിപ്പസ് റെക്സിനെ കുറിച്ച് പറയുന്നത്, നമ്മള് വിധിയിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇനി വിധിയിൽ വിശ്വസിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ വിധിയിൽ വിശ്വസിക്കാത്ത ആൾക്കാർ പറയുന്നത് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഫേറ്റ്. നീയാണ് നിന്റെ വിധി സൃഷ്ടിക്കുന്നത്, നീയാണ് നിന്റെ വിധിയുടെ സൃഷ്ടാവ്. യെസ്, ചില ആളുകൾ നമ്മൾ പറയും അത് അവന്റെ വിധിയെ പോലെ വരട്ടെ, വിധി എന്തോ വിധിച്ചിട്ടെന്ന് പറയലേ, വിധിയിൽ വിശ്വസിക്കുന്നത്. അപ്പോ വിധി പോലെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്നത്. അപ്പൊ ഈഡിപ്പസ് രാജാവിന് എന്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ ഉണ്ടായില്ല. അപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അവർ വളരെയധികം ആഗ്രഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രീക്കിലാണ്, അവിടെ ഒരു ഡെൽഫീസ് ഓറക്കിൾ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് തന്നെ, ഈ വെളിച്ചപ്പാടെന്നൊക്കെ പറയില്ല, അതിൻ്റെ തന്നെ വേറൊരു ഭാഗം. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ഈഡിപ്പസിന്, ഞാൻ കഥയുടെ പേരൊക്കെ മറന്നു കേട്ടാ, പിതാവ് പറയാൻ എനിക്ക് കുട്ടികളില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെൽഫീസ് ഓറക്കിൾ ഉറഞ്ഞു തുള്ളിയിട്ട് പറയും, അവര് പറഞ്ഞ കറക്റ്റ് ആവും. ഗ്രീക്കിൽ ഓരോ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് യുദ്ധത്തിൽ ജയിക്കോ തോക്കുമെന്ന് ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ പോയത്. അപ്പൊ പറയും, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും, മകനുണ്ടാവും, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ തന്നെയായിരിക്കും നിങ്ങളുടെ അന്തകൻ. മാത്രമല്ല അവൻ അവന്റെ അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇതാണ് വിധി പറയുന്നത്. യെസ്, അപ്പൊ ഈഡിപ്പസ് റെക്സ് പിന്നീട് അറിയുമ്പോൾ അമ്മയെ വിവാഹം കഴിക്കുക എന്ന് വിവാഹം കഴിക്കുക, അത് പിന്നീട് ഒരു പാട്ടിലുണ്ട്, അറിയാതെ അമ്മയെ പരിണയിച്ച എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അവിടെ കഥയിൽ പിന്നെ ലാസ്റ്റ് അത് സംഭവിക്കുന്നുണ്ട്. യെസ്, അപ്പൊ അത് പിന്നീട് പറയാം. ഓക്കെ, ഞാൻ എന്റെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ട്. യെസ്, അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, രണ്ട് കോംപ്ലക്സ് ഉണ്ട്, ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്. ഓക്കെ, വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്കൊക്കെ പറയണം. നമുക്ക് സാധാരണഗതിയിൽ പറയാനുള്ള ഒരു കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ആണ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നേതാവോ, നമ്മൾ പറയുന്ന എല്ലാവരും അനുസരിച്ചോളാം, വേറെ ആരെയും നമ്മൾ മൈൻഡ് ചെയ്യാത്ത, നമ്മൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ കാണാം. അവരങ്ങോട്ട് സൂപ്രമസി അങ്ങോട്ട് അംഗീകരിപ്പിക്കും നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടാൽ ശരിയാവില്ല, മാറിയില്ല കേട്ടോ, നമ്മളത് പിൻവലിഞ്ഞ് പോകും. അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇത് കൂടാണ്ട് രണ്ട് കോംപ്ലക്സ് കൂടി ഓർത്തിരിക്കും.
യെസ്, ഓക്കെ. പിന്നെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വീണ്ടും ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ജിഷ്ണു പ്രസാദ്. യെസ്, ജിഷ്ണു കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് വിചാരിക്കാം. ആഷിലി റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഷിലി പറഞ്ഞോളൂ. ജിഷ്ണു ഞാൻ വരാട്ടെ, ഒരു മിനിറ്റ്. ആഷിലി പറഞ്ഞോളൂ. ആഷിലി കഴിഞ്ഞാല് ഹാജറ അല്ലേ? അപ്പൊ ആഷിലി പറഞ്ഞോളൂ. Good morning, sir. ഗുഡ് മോർണിംഗ്. Okay. I don't do my daily exercise. Okay. Very good. I do not do my daily exercise. Yes. I don't like having sweets. Yes, I don't like having seats. I don't like wasting water. I don't like wasting water. Yes, very good. Okay, I don't waste water എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വേസ്റ്റിംഗ് ഉപയോഗിച്ചപ്പോൾ അതിന് തൊട്ട് മുന്നിൽ ഒരു പ്രസന്റൻസ് ഉപയോഗിച്ചു, ലൈക്ക്. അപ്പൊ കറക്റ്റ് ആയി. യെസ്, ഓക്കെ. വെരി ഗുഡ്. I don't like watching TV serials. യെസ്, ഓക്കെ. നമ്മൾ ഒരു ദിവസത്തെ ചർച്ചയുടെ വിഷയമുണ്ട്, TV സീരിയൽ. വരട്ടെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ആക്ച്വലി. I don't like singing. You don't like singing. Yes. I don't like washing clothes by my hands. Yes, okay. I don't like washing dishes. Yes. That's all, sir. That is all. Very good. Actually, yes. Okay. Yes. ജീവിതത്തിലെ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യമില്ലേ, അത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വന്നു കിട്ടും. ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് ആ സബ്ജക്റ്റ് പറയും ആദ്യം അത് പഠിപ്പിക്കാമെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ടി വന്നു. യെസ്, അത് കറക്റ്റാണ്. പിന്നെ എനിക്ക് പരിചയമുള്ള ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഒരു പ്രത്യേക സ്ഥലം പറയും, ആ സ്ഥലത്തു നിന്നുള്ള പയ്യനെ ഞാൻ വിവാഹം കഴിക്കണം, അവിടെ നിന്ന് വെച്ച് വേറെ എവിടെ നിന്ന് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ ടീച്ചറായിട്ടുള്ള കണക്ഷനൊക്കെ എനിക്ക് വിട്ടുപോയി. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ടീച്ചറിനെ കണ്ടു. അപ്പൊ ടീച്ചറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തലയില് സിന്ദൂരമൊക്കെ ഉണ്ട്. അപ്പൊ ടീച്ചർ പിന്നെ പറയാം എന്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട് വിളിക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ചോദിച്ചു എവിടെ നിന്നാണ്? അപ്പൊ ടീച്ചർ പറഞ്ഞു ആ പയ്യന്റെ സ്ഥലം പറഞ്ഞു, എന്റെ സ്ഥലത്താണ്. അപ്പൊ അതല്ലേ പണ്ട് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറയാറ്, അവിടെ നിന്ന് വെച്ച് വേറെ എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ ലാസ്റ്റ് അവിടെ തന്നെ നടന്നു. യെസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫെയ്റ്റ് എന്ന് പറഞ്ഞത് അല്ലേ? യെസ്, ഓക്കെ. ലെറ്റ് us be optimistic. യെസ്, ഹാജറ പറഞ്ഞോളൂ. Hello. യെസ്, പറഞ്ഞോളൂ ഹാജറ. I do not shopping every day. I do not shop every day. അല്ലെങ്കിൽ I do not Shop. ഓക്കെ. ing ഡു നോട്ട് കഴിഞ്ഞാൽ പിന്നെ ing വരരുത്, പ്രസന്റൻസ് വരാം. അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഡു നോട്ട് കഴിഞ്ഞാൽ ഡസ്റ്റ് ഡു ചെയ്യാം. കണ്ടിന്യൂ. I do not use headphones. I do not use headphone. Okay. She does not sing. She does not sing. അത് നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. She does not sing well. നന്നായിട്ട് പാടാറില്ല അവൾ. കണ്ടാ, Okay. ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഓക്കെ. കണ്ടിന്യൂ. I do not ride a scooter. യെസ്, ഓക്കെ. He does not work at home. Yes, he does not work at home. Very good. Yes. Completed? Okay, Hajira. Okay. He does not work at home. നല്ല വാചകമാണ്. യെസ്, വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ടൈം തന്നെ വന്നത് നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്താണ്. യെസ്. ഓക്കെ. യെസ്, ജിഷ്ണു ഒന്നുകൂടെ. ജിഷ്ണു. യെസ്, ജിഷ്ണു കണ്ടിന്യൂ. I don't like people who talk about football matches. Yes, okay. You don't like people talking? ഒന്നുകൂടി പറഞ്ഞ ജിഷ്ണു. ആ ലാസ്റ്റ് വാചകം സെന്റൻസ് കറക്റ്റ് ആണ്. കേൾക്കണം. ഓക്കെ. കേൾക്കാം. ആ പറഞ്ഞ വാചകത്തിലെ ലാസ്റ്റ് വേർഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ജിഷ്ണു. ഓക്കെ, കണ്ടിന്യൂ. പറഞ്ഞോളൂ. 5 എണ്ണം പറഞ്ഞോളൂ. I don't like people. I don't like people. പിന്നെ ഒന്നുകൂടി ചേർക്കാം. പീപ്പിൾ ഒന്ന് വിശേഷിപ്പിക്കും.
ജിഷ്ണുവിന് റേഞ്ച് കട്ടായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ജിഷ്ണുവിടെ മൊബൈൽ ഓണാണ്, പക്ഷെ സംഭാഷണം മുറിഞ്ഞു പോവുകയാണ്. ജിഷ്ണു, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ അവിടെ? ഹലോ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? കേൾക്കാൻ പറ്റില്ലേ? കട്ടായി പോകുന്നുണ്ട് ജിഷ്ണു. ഒന്ന് റേഞ്ച് ഉള്ളിടത്തോട്ട് നീങ്ങുന്നത്. യെസ്, നമുക്ക് ജിഷ്ണുവിനെ കുറച്ച് സമയത്ത് വിളിക്കാം. ജിഷ്ണു, അറിയോ? ഓക്കെ എന്തോ റേഞ്ചിന്റെ വിഷയമാണെന്ന് വിചാരിക്കാം. മിന്നു. Yes, sir. Good morning. പറഞ്ഞോളൂ മിന്നു. I don't eat cold items. യെസ്, വെരി ഗുഡ്. I don't dance and sing. യെസ്, രണ്ടും ഒറ്റയടിക്ക് തന്നെ ശരിയാക്കി അല്ലേ? ഐ ഡോണ്ട് ലൈക്ക് ഡാൻസിങ് ആൻഡ് സിംഗിങ്. നമുക്ക് അങ്ങനെ ആക്കി. ഓക്കെ. I don't watch violence movies. I don't watch violence movies. So you like comedy movies? Yes. Yes, very good. Then I don't drive. I don't drive. Yes. Sir, my വരുമ്പോ ഡസ് അല്ലേ വരുന്നത്? മൈ കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് കൂടി നോക്കണം. മൈ ഫ്രണ്ട്സ് വരുമ്പോ ഡു നോട്ട് വരും. മൈ ഫ്രണ്ട് ആണെങ്കിൽ ഡസ് വരും. മൈ കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്ക് കൂടി നോക്കിയിട്ട് വേണം സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് വിചാരിക്കും. My husband എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാളുള്ളൂ, അപ്പൊ ഡസ് നോട്ട് വരുള്ളൂ. My husband does not like smoke. Yes, my husband does not like smoking. Correct. That's all, sir. That is all. Very good. Okay, Mindu, correct. Another style. Yes, very good. Yes, Sharanya. ജിഷ്ണുവിന്റെ ഇത് പോതുകൊണ്ടാണ് റേഞ്ച് കിട്ടുന്നത് തോന്നുന്നു. ജിഷ്ണു ഇപ്പൊ ഓക്കെ, എന്നാ പറഞ്ഞോളൂ ജിഷ്ണു. I don't like rain. I don't like to ride in rain. Yes. I don't like to wear my helmet while going short distances. Oh, I don't like wearing helmet during the short stints. Okay. Short distances. Okay. I don't want people who like to reveal the secrets. Yes. Okay. Yes. എത്ര പറയണം സർ? അത്രേ ഉള്ളൂ. ജിഷ്ണു ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ യു ഡോണ്ട് ലൈക്ക് ദ പീപ്പിൾ റിവീലിംഗ് സീക്രറ്റ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് കൂടുതൽ കഴിവുള്ള സ്ത്രീകൾക്കാണ് പുരുഷനാണ് ജിഷ്ണുവിന്റെ അഭിപ്രായത്തില്? ജിഷ്ണു ഈ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ജിഷ്ണുവിന്റെ വിഷയത്തില് ജിഷ്ണുവിന്റെ അഭിപ്രായത്തില് കൂടുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിവുള്ളവർക്കാണ്. അത് അവരുടെ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും സർ. അത് അവരുടെ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും അല്ലെ? യെസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. യെസ്, ഓക്കെ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, അന്ന് ഞാനത് മാറ്റി പഠിക്കാം, ഒന്ന് ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കേസ് പറഞ്ഞു. വേറൊരു ചോദ്യം ചോദിക്കുന്നത്, ആർക്കാണ് കൂടുതൽ ധൈര്യം, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണ്? രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഒന്ന് മാറ്റി. ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണ് പുരുഷനാണ്? ശരണ്യ രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് 5 ഐറ്റം പറയണം. അത് കൂടാതെ പറഞ്ഞു, സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് ധൈര്യം കൂടുതൽ? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ധൈര്യം കൂടുതൽ? ശരണ്യയുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കാണ്. യെസ്, ഓക്കെ. അവിടെ നിൽക്കട്ടെ. അന്ന് 5 ഐറ്റംസ് പറഞ്ഞു കേട്ടോ. 5 ഐറ്റംസ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. യെസ്, പറഞ്ഞോളൂ. I do not like tea. Clear ആയില്ല? I do not like Tea, coffee. Yes, I do not like tea. I do not like reading newspaper. Yes. And I do not like junk foods. Yes, I do not like junk food. ആരും പറയാത്തതല്ല. Yes, very good. I do not like watch TV every day. Yes. I do not like reading newspaper. അതൊക്കെ പറഞ്ഞതാണ്. Yes, okay. Yes, very good. Okay, Sharanya, very good. Yes. Then
റെഡിയായവരാരും വരുന്നില്ലല്ലോ. യെസ്, അഞ്ജു. അഞ്ജു വിനേഷ്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ് അഞ്ജു. ആർക്കാണ് ധൈര്യം കൂടുതൽ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ അക്കോർഡിംഗ് ടു അഞ്ജു? മൊത്തത്തില് നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതാനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ പലരെയും ഒബ്സർവ് ചെയ്തതിൽ നിന്നും പലരെയും പല കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചതിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്ത് ഓക്കെ. രണ്ടു കൂട്ടർക്കും ധൈര്യമുണ്ട്. എന്തോ? അല്ല, രണ്ടു കൂട്ടർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. ഞാൻ പറഞ്ഞ ചോദ്യം ചെറുതായിട്ട് മിസ്റ്റേക്ക് ആയി പോയി. ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം, ഞാൻ ആ വാക്ക് വിട്ടുപോയി. ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. യെസ്, രണ്ടു കൂട്ടർക്കും. രണ്ടു കൂട്ടർക്കും. യെസ് യെസ്, വെരി ഗുഡ്. ഇവിടെ നിങ്ങളൊരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട്, മാക്ബത്ത്. ആ നാടകത്തില് നിങ്ങൾ വായിച്ചു വേണ്ടത് ആരെങ്കിലുണ്ടോ? ഇല്ല അല്ലേ? ആ ഉണ്ട്, രണ്ടുപേരുണ്ട്, കൃഷ്ണനുണ്ട്. യെസ്, അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യെസ്, അതിന്റെ അകത്ത് പറയുന്ന ഒരു ഷേക്സ്പിയർ പറയുന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ. അപ്പോ എന്റെ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടു വലിയ കാര്യങ്ങൾ മാത്രം പറയണം. യെസ്, അപ്പൊ അതിന്റെ അകത്ത് മാക്ബത്ത് എന്ന് പറയുന്ന അത് സ്കോട്ട്ലൻഡിലെ ഡങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ പടനായകനാണ്, സേനാനായകനാണ് മാക്ബത്ത്. അപ്പൊ മാക്ബത്ത് രാജാവിന് വേണ്ടി പല സ്ഥലത്തും പോയി യുദ്ധമൊക്കെ കഴിഞ്ഞ് വിജയിച്ച് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോ ആ തിരിച്ചു വരുന്ന സമയത്ത് ഒരു വിച്ച് എന്ന് പറയുന്ന ഒരു യക്ഷി എന്നൊക്കെ പറയാം, അത് വന്നിട്ട് അതിന് മാക്ബത്തിന് കാണാൻ മാത്രമേ പറ്റൂ. 3 പേര് വരുന്നതിൽ ഒരു വിച്ച് വന്ന് പറയും, ഓ ദ ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറയും. ഭാവിയിലെ സ്കോട്ട്ലൻഡിലെ രാജാവ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യും. അപ്പൊ മുതല് ഇയാളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരെയാണ്, ഞാൻ എങ്ങനെ രാജാവാകും? കാരണം നിലവിലുള്ള സ്കോട്ട്ലൻഡിന്റെ രാജാവ് ഡെങ്കിന് മക്കളുണ്ട്. അപ്പൊ ഡെങ്ക് മരിച്ച അദ്ദേഹത്തിന്റെ മക്കളല്ല രാജാവാകും, പിന്നെ ഞാൻ എങ്ങനെയാവും എന്നുള്ള ചിന്ത ഇവിടെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അദ്ദേഹം വന്ന് തന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനോട് പറയുന്നത്, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സംഗതി എന്നെ വിളിച്ചു എന്ന് പറയും. അപ്പൊ അപ്പോൾ മുതൽ തന്റെ ഭർത്താവ് ഒരു രാജാവാകണം, സ്കോട്ട്ലൻഡ് രാജാവാകണം എന്ന് പറയുന്ന ആഗ്രഹം ലേഡി മാക്ബത്തിന് വരികയാണ്. കാരണം തന്റെ ഭർത്താവ് രാജാവായാലേ താൻ ആരാവുള്ളൂ, രാജ്ഞിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് മാക്ബത്തിന്റെ ബഹുമാനാർത്ഥം, മാക്ബത്തിനോടുള്ള നന്ദി സൂചകമായിട്ട് മാക്ബത്തിന്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് താമസിക്കുകയാണ്. അന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഡങ്കൻ രാജാവ് മാക്ബത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഭാര്യ ലേഡി മാക്ബത്തിനോട് പറയും, ഇതാണ് ഏറ്റവും പറ്റിയ അവസരം, ഇപ്പൊ പോയി ആ ഡങ്കൻ എന്ന് പറഞ്ഞ രാജാവിനെ കൊല്ലാൻ പറയണം. അപ്പോ മാക്ബത്ത് പറയും, ഞാൻ കൊല്ലില്ല എന്ന് പറയും. ലേഡി മാക്ബത്തിനെ നിർബന്ധിക്കണം, കൊല്ല് മാക്ബത്തിനോട് നിർബന്ധിക്കണം. അപ്പൊ വാളൊക്കെ എടുത്ത് കൊടുക്കുന്നത്, പോയി അങ്ങനെ വെട്ടിക്കൊല്ലാൻ പറയുന്നു. അപ്പൊ ഒരു പ്രാവശ്യം മാക്ബത്ത് രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന രാജാവിനെ കൊല്ലാൻ വേണ്ടി മുഴുവൻ അടിയത്ത് വരെ ചെല്ലും, തിരിച്ചു വരും, വീണ്ടും പോകും, തിരിച്ചു വരും. അപ്പൊ ലേഡി മാക്ബത്തിന്റെ ഭാര്യയുടെ പ്രേരണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്, പോയി കൊല്ല് എന്നുള്ളത്. അങ്ങനെ മാക്ബത്ത് ഡങ്കൻ കിടക്കുന്ന റൂമിന്റെ അകത്ത് വരികയും ഡങ്കൻ എന്ന് പറഞ്ഞ രാജാവിനെ വെട്ടിക്കൊല്ലുകയുമാണ്. അപ്പോ അത് കൊന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് ധൈര്യം അങ്ങോട്ട് കൂടി. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, കൂടെ കിടക്കുന്ന മറ്റ് ഭടന്മാരുണ്ട്, അവരെയും കൊന്നു. പക്ഷെ ഇത് കൊന്നു കഴിഞ്ഞിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോടുകൂടി ലേഡി മാക്ബത്ത് തകർന്നുപോയി. അവര് ചോദിക്കും, ഞാനെങ്ങനെ കൊല്ലാൻ പറഞ്ഞാലും പെട്ടെന്ന് പോയി കൊല്ലാമോ? യെസ്. അപ്പൊ അവിടെ ഷേക്സ്പിയർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുറ്റകൃത്യം അത് ചെയ്യുന്നത് വരെയേ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ അവള് തകർന്നു പോകും. ചെയ്യുമെന്ന് പറയുന്നതാണ്, ചെയ്ത് കഴിയുമ്പോൾ അവര് തകർന്നു പോകും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആളുകൾ. അവർക്ക് കുറ്റകൃത്യം ചെയ്യാനായിട്ട് ധൈര്യം കുറവായിരിക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങോട്ട് പോകും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ധൈര്യം കൂടുകയാണ്. സ്ത്രീകൾക്ക് അങ്ങനെയല്ല,
കുറ്റം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉള്ള ധൈര്യം നഷ്ടപ്പെടുകയാണ്. ചെയ്യുന്നത് വരെ ധൈര്യമുള്ളൂ. ഇത് ഷേക്സ്പിയർ പറഞ്ഞാണ്. യെസ് യെസ്. ഓ അതിനിവിടെ ഒരാളെ കമ്മിറ്റിട്ടാണ്, ഞങ്ങളുടെ കുഞ്ഞു മനസ്സല്ലേ ഇത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തകർന്നു പോണെന്നാണ് പറഞ്ഞത് അല്ലേ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോഴും നമുക്ക് പറയാറില്ലേ, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ആരുണ്ടാവും? ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടാവും എന്ന് പറയാറില്ലേ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് നിങ്ങളുടെ കുഞ്ഞു മനസ്സാണ്. യെസ്. സ്ത്രീ ഒരു അമ്മയല്ലേ എന്നാണ് നേഹ പറയണത്. അപ്പൊ അതുകൊണ്ടാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞത്, ഒരു കുറ്റകൃത്യം ചെയ്യുന്നവരെ സ്ത്രീകൾക്ക് ധൈര്യം, കുറ്റകൃത്യം ചെയ്താൽ പിന്നെ ധൈര്യം പോകുന്നു. ആണ് ഞാൻ ഓപ്പോസിറ്റ്. നിങ്ങൾ ഷേക്സ്പിയർ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം നോക്കുക, കറക്റ്റ് ആണെന്ന് നോക്കുക. അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം കൂടിയിട്ട്, ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയാണ്. ആര് പറയുന്ന കഥ? ഒരു വിഡ്ഢി പറയുന്ന കഥ. കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെ കൂടുതലും ജീവിതം പോകില്ല. ജീവിതം പോണ വേറെ പഠിക്കായി. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ വിചാരിക്കുന്നു, ദൈവം അത് തകിടം മറിക്കുന്നു. പിന്നെ ഞങ്ങൾ ആണുങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റി പറയും, മാൻ പ്രൊപ്പോസസ്, വൈഫ് ഡിസ്പോസസ് അല്ലെ, അല്ലെങ്കിൽ വുമൺ ഡിസ്പോസസ്. പുരുഷൻ ചിന്തിക്കുന്നു, സ്ത്രീകൾ അത് തകിടം മറിക്കുന്നു എന്ന് പറയുന്നത്. യെസ്, അത് ഞങ്ങൾ തമാശക്ക് പറയുന്നതാണ്. യെസ്. അപ്പൊ വിഡ്ഢിക്ക് ഒരിക്കലും നല്ലൊരു കഥ പറയാൻ പറ്റാത്തത് കൊണ്ട് വിഡ്ഢി പറഞ്ഞൊരു കഥയാണ് ജീവിതം എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നമുക്കത് വിട്ടേക്കാം. ഇപ്പൊ നേരത്തെ ആ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഫൗസിയിലോട്ട് വരാം. ഫൗസിയ, ആർ യു റെഡി? ഫൗസിയ. യെസ്, ഫൗസിയ വരുമെന്ന് വിചാരിക്കാം. ജോഷി EM. Then Tushara. യെസ്. നിങ്ങൾ പേടിച്ചിരിക്കുന്ന കാര്യമൊന്നും ഇല്ല. റിനി ജോസഫ്. യെസ്. ശിവപ്രിയ. Good afternoon, sir. യെസ്, ജോഷി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ശിവപ്രിയ ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞ്. I do not like to wake up early. വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട് ശിവപ്രിയ, ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഉണ്ടല്ലോ, നേരത്തെ എഴുന്നേറ്റവരാണ്. യെസ്, ഓക്കെ. അതെ, 2 രീതിയുണ്ട് ഇതിൽ തന്നെ. ഞാൻ പേര് ഞാൻ മറന്നുപോയി. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് നമുക്ക് ഉപയോഗിക്കുന്ന കൈയല്ല, ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതില് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് രാത്രി എത്ര സമയം വേണമെങ്കിൽ ഉറപ്പൊളിച്ചിരിക്കാൻ പറ്റും. പക്ഷെ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനും ശിവപ്രിയ പറഞ്ഞ ഈ കൂട്ടത്തിൽപ്പെട്ടാണ്. രാത്രി എത്ര സമയം വേണമെങ്കിലും ഉറപ്പൊളിച്ചത് പഠിക്കാനോ വായിക്കാനോ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വെളുപ്പിൽ എഴുന്നേക്കുന്ന കാര്യം മാത്രം പറയരുത്. ഓക്കെ ശിവപ്രിയ, കണ്ടിന്യൂ. I don't like loud music. Yes, I don't like loud music. Yes. I don't like coffee. Yes. I do not play any instruments. Yes. I do not like to eat alone. I do not like to eat alone. അത് നല്ലൊരു കാര്യമുണ്ട് പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇൻ ദ കമ്പനി ഓഫ് അതേഴ്സ്. ആരും പറയാത്തൊരു കാര്യമാണ് ശിവ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവും, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് മണ്ടത്തരമെന്ന് പിന്നീട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. യെസ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, വെരി ഗുഡ് ശിവപ്രിയ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അനില. ഓക്കെ. ഇനി നേരത്തെ ജോഷി, ആർ യു റെഡി? ജോഷി EM. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അനിലിനെ വിളിക്കാം. അനില. യെസ്, പറഞ്ഞോളൂ അനില. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. Okay, sir. I do not fight. I do not fight with my children or with my husband. അങ്ങനെ പറയാം. With my friends. Yes, I do not fight with my friends.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മറ്റേ രണ്ടും ഉള്ളതായിരിക്കും. ഓക്കെ, പോട്ടെ. I do not coffee. ഐ ഡു നോട്ട് ലൈക്ക് കോഫി. I do not like dance. ഐ ഡു നോട്ട് ലൈക്ക് ഡാൻസ്. ഓക്കെ. I do not like fast food. ഐ ഡു നോട്ട് ലൈക്ക് ഫാസ്റ്റ് ഫുഡ്. വേറെ ആരും പറയാത്തൊരു സംഗതിയാണ് അനില പറഞ്ഞത്. യെസ്, Okay, sir. ഇത്രേ ഉള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അനില, വെരി ഗുഡ്. അനുഗ്രഹ ലിസ്റ്റ്. അനുഗ്രഹ. യെസ്, അടുത്ത ആൾ വരുന്നത് ആയിരിക്കും. ബബിഷ എം. യെസ്, ഞാൻ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് വർക്കൗട്ട് ആയില്ലല്ലോ. ഓക്കെ, ഇത് ഡു നോട്ട് പറയുന്നത് നമ്മൾ ചെയ്യാറേ ഇല്ലാന്നില്ലേന് മാത്ര. അതെ അതെ, ചെയ്യാതിരിക്കുന്നു. അല്ലാണ്ട് ഇഷ്ടമല്ലാന്നല്ല അല്ല. ഇഷ്ടമാണെങ്കിൽ നമ്മളതിനെ ഡു നോട്ട് ചേർക്കേണ്ട പറയണം. ഇപ്പൊ ഐ ഈറ്റ് ഐസ്ക്രീം, കറക്റ്റാണ്. ഞാൻ ഐസ്ക്രീം കഴിക്കാറുണ്ട്, അത് ഇഷ്ടമാണ്. ഐ ഡു നോട്ട് ഈറ്റ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എനിക്ക് ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ലെന്നാണ്. യെസ്, ഓക്കെ. കുറച്ച് ചേർത്തിട്ടുണ്ടോ ഭവിഷ്യം? ഇപ്പൊ 100% ചെയ്യാറൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഐ ഡു നോട്ട് കട്ട് മൈ ഹെയർ, എന്റെ മുടി ഞാൻ മുറിക്കാറില്ല, വേറെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. യെസ്, ഓക്കെ, കണ്ടിന്യൂ. Okay. I do not like Maggie and Lays. Yes, okay. I do not like Maggie and Lays. Okay, correct. I do not like Western music. I do not like Western music. Yes. My son does not like vegetable foods. Yes, that's correct. My son. Up singular. Up does not work. My son does not like vegetarian food. Okay. My son does not like shouting. Yes, my son does not like shouting. Yes, alora bidavadi ആയിരിക്കും. Yes, okay. I don't like politicians. I don't like politicians. രാഷ്ട്രീയക്കാർ ഇഷ്ടമല്ല. Okay, very good. Then I don't like ghost. I don't like ghost. അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റി പറയാം. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോസ്റ്റ്. എന്ന് മാറ്റി പറഞ്ഞാണ്. ഞാൻ ഗോസ്റ്റിൽ വിശ്വാസമില്ല. യെസ്, ഓക്കെ. അപ്പൊ എനിക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് പൊളിറ്റീഷ്യൻസ്. അത് ആരും പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. യെസ്, വെരി ഗുഡ് ഭവിഷ്യ. വെരി ഗുഡ്. ഓക്കെ. ഹസ്നി. യെസ്, സന്തോഷ്. ഓക്കെ, പറഞ്ഞോളൂ. ഐശ്വര്യ പറഞ്ഞോളൂ. ഐശ്വര്യ. പറഞ്ഞോളൂ ഐശ്വര്യ. ഐ ഡോണ്ട് ലൈക്ക് അല്ലെങ്കിൽ ഐ ഡു നോട്ട് ലൈക്ക്. ഐശ്വര്യ പുറത്തോണ്ടിരിക്കാനാ? യെസ്, ഓക്കെ, പറഞ്ഞോളൂ. വേണ്ടത് ഏറ്റവും പറയൂ. എന്തിനാ പേടി? ഈ പേടി നമ്മൾ മാറ്റണം. യെസ്, അത് മാറ്റി നമുക്ക് ഓക്കെ. ഐശ്വര്യ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഐശ്വര്യയുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ആഗ്രഹം. ജോലി വാങ്ങണം. അത് ആഗ്രഹമല്ലേ? നമുക്കത് ആരെങ്കിലും വെറുതെ കൊണ്ടുവന്ന് തരുമോ? നമ്മളതിന്റെ പുറകെ പോകണ്ടേ? യെസ്. അപ്പൊ നമ്മളെ കാണുമ്പോൾ നമ്മളെ ജോലിക്ക് പറ്റിയതാണ്, അല്ലെങ്കിൽ ഇയാളെ എടുത്താലൊന്ന് ശരിയാക്കി എടുക്കാം എന്നൊരു തോന്നലെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടാവണ്ടേ? അപ്പൊ ഐശ്വര്യക്ക് പേടി ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കരുത്. അവിടെയാണ് ഐശ്വര്യയുടെ ധൈര്യം. ഇതെല്ലാവർക്കും പേടിയില്ലാത്ത മനുഷ്യനില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അത് പുറത്ത് കാണിക്കില്ല. അവിടെയാണ് അവരുടെ ധൈര്യം. യെസ്, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു പെൺകൊച്ച് നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വളരെ അറിയാവുന്ന ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാൻ ചെറിയ കുട്ടി ഒരു 10 +1 പഠിക്കണം. അപ്പൊ ഞാനത് കഴിഞ്ഞതിന് ശേഷം അതിനോട് പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട്, ഞാനത് തുടക്കം തുടങ്ങി കേട്ട് വളരെ രസകരമായിട്ട്.
എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പൊന്നു ഭാഷേ, ഞാൻ വിറച്ചാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ എന്റെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്തെ കൂടി വേർത്തിട്ട് വെള്ളം ഉള്ളതെന്ന് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചത്. പക്ഷെ അത് അനുഭവിക്കുന്നതാണ്, പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. യെസ് എന്ന് പറഞ്ഞ പോലെ ഐശ്വര്യ പേടിച്ചോ, പക്ഷെ പുറത്ത് കാണിക്കരുത്. നമ്മുടെ ബലഹീനതകൾ ഒരിക്കലും വേറെ ആൾ അറിയരുത്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മളത് പരിഹരിക്കാൻ നോക്കുക. ഒരിക്കലും നമ്മുടെ ബലഹീനത വേറെ ആളോട് പറയണ്ട. അത് നമുക്കറിയാലോ. യെസ്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനോടൊപ്പം തന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നമുക്കറിയാവുന്ന തിരിച്ചറിയുക. യെസ് കൃഷ്ണേന്ദു, അത് ഏറ്റവും വലിയ അറിവാണ്. യെസ്. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഐശ്വര്യയുടെ മനസ്സിൽ ചെറിയൊരു ധൈര്യം വന്നില്ലേ? യെസ്, ഇങ്ങനെയൊക്കെ നിന്നാ പോരാ, ഞാൻ പറയാം, ഒരു തോന്നൽ വന്നില്ല. ഐശ്വര്യക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ? നോ. അപ്പൊ അതന്നെ പറഞ്ഞേ, ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറില്ല. ഞാൻ ചിക്കൻ ബിരിയാണി പാചകം ചെയ്യാറില്ല. കറക്റ്റ്. ഐ ഡു നോട്ട് ചിക്കൻ ബിരിയാണി. അതെ, ഐ ഡു നോട്ട് കുക്ക് ചിക്കൻ ബിരിയാണി. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറില്ല. യെസ്. ഐശ്വര്യ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ടോ? യെസ്. അപ്പൊ പിന്നെ അത് പറയാൻ പറ്റില്ല. ഉപയോഗിക്കാത്ത ഒരു കോസ്റ്റ്യൂം ഐറ്റംസ് ഏതാണ്? ഫേഷ്യൽ ചെയ്യാറുണ്ടോ? ചെറുതായിട്ട്, എല്ലാം ചെറുതായിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് പറയാണ് സെന്റൻസിന് വേണ്ടിയിട്ട്. ഐശ്വര്യ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല എന്ന് വിചാരിക്കും, സപ്പോസ്. അപ്പൊ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഐ ഡു നോട്ട് യൂസ് ലിപ്സ്റ്റിക്. ഇത് പറഞ്ഞേ. ഐ ഡു നോട്ട് യൂസ് ലിപ്സ്റ്റിക്. ഇത് പറഞ്ഞേ. I do not lipstick. യൂസ് ലിപ്സ്റ്റിക് ഉപയോഗിക്കാന്ന്. യൂസ് ലിപ്സ്റ്റിക്. ഓക്കെ. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞില്ലേ? ഇനി ഇത് രണ്ടും നല്ല സ്റ്റൈലായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. ആദ്യം പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കാറില്ല എന്നുള്ളതും ഇപ്പൊ പറഞ്ഞ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല എന്നുള്ളത് തിരിച്ചും കൊടുത്ത് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞ് ഐശ്വര്യ. അത് യെസ്. ഓക്കെ. ഐശ്വര്യക്ക് ധൈര്യം കുറഞ്ഞു പോയിട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യക്ക് ഒരു ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുത്തിട്ട് ഐശ്വര്യക്ക് ഒന്ന് പൊക്കിയെടുക്കണം. ഓക്കെ. അപ്പോ എന്താ അഞ്ചു? നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അഞ്ചു പറഞ്ഞോളൂ. അഞ്ചു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞോളൂ. ചെയ്യാത്തത്. സോറി. My mother does not like loud music. ഒന്നുകൂടി ശബ്ദത്തിൽ പറഞ്ഞോളൂ, ക്ലിയർ ആവണം. My mother does not like loud music. My mother does not like loud music. Okay. My husband does not like smoking. Yes, my husband does not like shopping. My son does not like spicy food. Yes, my son does not like spicy food. Then I don't ride a scooty. I don't like to ride scooty. Yes, one more. I don't like horror movies. I don't like horror movies. Okay, Anshu. Very good. അപ്പോ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ഇതിന്റെ ബാക്കി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ 5 നോക്കി വെക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത 5 കാര്യങ്ങൾ നോക്കി വെക്കുക. വീണ്ടും നമ്മൾ അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണും. Till then, bye. Thank you, sir. Okay. Thank you, sir. Okay.
Children,